നമുക്കിന്ന് ഫിസിക്കൽ ട്രേഡിംഗ് ചാർട്ടിലൂടെ മനസ്സിലാക്കാം. ഈ കാണുന്ന ചാർട്ടിലെ ക്യാൻഡിലുകൾ ഗോൾഡിന്റെ വിലക്കയറ്റത്തെയും ഇറക്കത്തെയും സൂചിപ്പിക്കുന്നു. ഡേ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ഡേ ചാർട്ടിലെ ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഇതാണ് ഈ ദിവസത്തെ ഡേ ക്യാൻഡിൽ. ഇന്നത്തെ ഗോൾഡിന്റെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഈ ക്യാൻഡിലിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അടുത്ത ദിവസമാകുമ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ആവുകയും നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ഓപ്പൺ ആവുകയും ചെയ്യും. നമുക്ക് 9-ാം തീയതിയിലത്തെ ക്യാൻഡിലേക്ക് ഒന്ന് നോക്കാം. അന്നത്തെ വില ഗ്രാമിന് 294 ദിറംസ് ആയിരുന്നു. ചാർട്ടിൽ ഗോൾഡിന്റെ വില കാണിക്കുന്നത് ഡോളർ കണക്കിലാണ്. അത് ദിറംസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പെർ ഗ്രാം വില ലഭിക്കുന്നു. എന്നാൽ 4 ദിവസത്തിനു ശേഷം ഇന്ന് ഗ്രാമിന് 303 ദിറംസ് എന്ന കണക്കിലേക്ക് ഗോൾഡ് വില വന്നു. ഇവിടെ 294 വാങ്ങിയാൽ ഗ്രാമിന് വിൽക്കുമ്പോൾ 8 ദിറംസിനടുത്ത് ലാഭം ഉണ്ടാവും. ഗോൾഡിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ലാഭത്തിന്റെ അളവും കൂടുന്നു. ഇനി ഡേ ചാർട്ടിൽ ഗോൾഡിന്റെ വില പുറകിലേക്കൊന്ന് നോക്കാം. എപ്പോഴും ഇങ്ങനെ 5-6 ദിവസങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് ഗോൾഡ് പ്രൈസ് കടന്നു പോകുന്നത്. ഗോൾഡ് വാങ്ങിവെച്ച് വില കുറഞ്ഞാൽ പണം നഷ്ടമാവില്ലേ എന്നൊരു സംശയം കൂടി ഉടലെടുത്തിരിക്കാം. ഗോൾഡിന്റെ വില ഓരോ വർഷത്തിനിടയിലും പുതിയ ഉയർച്ചകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. സെൻട്രൽ ബാങ്കുകളുടെ ഇൻഫ്ലേഷൻ ഹെഡ്ജിങ്ങും ഗോൾഡ് ആഭരണ വിപണിയിലെ ഡിമാൻഡുകളും ഗോൾഡിന്റെ ലഭ്യത കുറയുന്നതും ഗോൾഡ് വിലയെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പാണ്. ഗോൾഡ് വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഗോൾഡിന് വില കൂടുമോ കുറയുമോ, ഗോൾഡ് എപ്പോൾ വാങ്ങണം വിൽക്കണം തുടങ്ങിയ അപ്ഡേറ്റുകൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാൻ മറക്കല്ലേ.